പ്രിയമുള്ള ഞൊണ്ടുമുക്ക് പഞ്ചായത്ത് നിവാസികളെ, പൂത്തിരി നഴ്സറി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിലുള്ള 1ാമത് വാർഷികവും നമ്മുടെ സംഗീത അധ്യാപക സരസമാകയ്ക്കും നൃത്താധ്യാപിക പാർവതി തമ്പുരാട്ടിക്കുമുള്ള അനുമോദന ചടങ്ങുമാണ് ഇവിടെ നടക്കാനുള്ളത്. അതിനായി ആദ്യമായി ഇവിടെ വേദിയിലെത്താനുള്ളത് നമ്മുടെ നാടിനെ സംഗീതത്തിൽ ആറാടിച്ച നമ്മുടെ സംഗീത അധ്യാപിക സരസമാക്കയാണ്. സരസമാക്കനെ വേദിയിലേക്ക് ഹാർദവപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. ഇരുന്നോളൂ പതുക്കെ. പ്രിയമുള്ളവർ, ഇനി വേദിയിലെത്താനുള്ളത് നമ്മുടെ നാടിൻ്റെ രോമാഞ്ചം, നമ്മുടെ നാടിൻ്റെ പ്രിയങ്കരിയായ നൃത്താധ്യാപിക, നമ്മുടെ നാടിന് മൊത്തം അഭിമാനം, ലോകം മൊത്തം എത്തിച്ച നമ്മുടെ നൃത്താധ്യാപിക പാർവതി തമ്പുരാട്ടി. സൗന്ദര്യധാമത്തിൻ്റെ ഉറവിടമാണ് പാർവതി തമ്പുരാട്ടി. തമ്പുരാട്ടിയുടെ പേര് പറയുമ്പോൾ തന്നെ ചിലരൊക്കെ അവിടെ നിന്നുണ്ട് നോക്കുന്നുണ്ട്. പേടിക്കണ്ട, പൂവമ്പഴത്തിൻ്റെ കളറുള്ള തമ്പുരാട്ടിയെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. ജോലിയൊന്നും മറക്കരുത് കേട്ടോ, അവിടെ ഇരുന്നു. പ്രിയമുള്ളവർ, ഇനി ഇവിടെ ക്ഷണിക്കാനുള്ളത് ഈ ഫംഗ്ഷൻ ഇവിടെ ഏർപ്പാടാക്കിയതാ. രണ്ടുപേരുടെ വൈരാഗ്യമായിട്ട് മാറില്ലല്ലോ. കീരിയും പാമ്പ് പൊല്ലിക്കുക. ഇങ്ങോട്ട് നോക്കും. ഒരു മാന്യ വ്യക്തി ഇവിടെ നിൽപ്പുണ്ട്, ആ വില കൽപ്പിക്കണം. പ്രിയമുള്ളവർ, ഇനി സ്വീകരിക്കാനുള്ള ഈ നാടിൻ്റെ കണ്ണുണ്ണിയും രോമാഞ്ചവുമായ എന്നെ തന്നെയാണ്, MLA അല്ലേ, അലക്സ് MLA ആണ്. പേടിക്കണ്ട, അലക്സ് MLA. ചടങ്ങുകൾ തുടങ്ങുകയാണ്. അപ്പം ആദ്യമായി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികളെ സംഗീതത്തിൽ ആറാടിക്കുന്ന സംഗീത അധ്യാപിക നമ്മുടെ സരസമാക്കാനെ ക്ഷണിച്ചു കൊള്ളുന്നു. വൈരളെന്ന് കൈയടിച്ചേരി. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് 4 മാസങ്ങൾക്ക് മുമ്പ് പാലക്കാട്ട് വെച്ച് എനിക്കൊരു വാർക്കപ്പണി കിട്ടി. ഒരു സംഗീത കച്ചേരി കിട്ടി. അങ്ങനെ സംഗീത കച്ചേരി കിട്ടി. അങ്ങനെ ആ സംഗീതത്തെ ഞാൻ ആറാടി 4-5 ദിവസം തുടർച്ചയായി കച്ചേരി നടത്തിയപ്പോൾ സ്വാഭാവികമായും എൻ്റെ ഒച്ച അടഞ്ഞു പോയി. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് അടുത്തിരുന്ന് സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഒച്ച തുറന്ന് സംസാരിക്കാമായിരുന്നു. ഒച്ച അടഞ്ഞു പോയത് കൊണ്ടാണ്. ഈ ഫംഗ്ഷൻ കഴിയുമ്പോൾ ഞാൻ ഒച്ച ശരിയാക്കി തരാം. ആണല്ലോ. അപ്പോ അത് ശരി, ഇങ്ങോട്ട് എണീറ്റേ. ഒരു സമ്മേളനത്തിൽ വന്നാൽ പോലും മര്യാദക്ക് ഇരിക്കത്തില്ല. പ്രിയമുള്ളവർ, ആദ്യമായി ഈശ്വര പ്രാർത്ഥന പാടിക്കൊണ്ട് നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. എല്ലാവരും ഒന്ന് കൈകൂപ്പി നിൽക്കണം. ജഗദീഷു മുകേഷു ഗണേഷു രതീഷു സുധീഷു മഹേഷു ദിലീപ് വിനീത് കുമാരി ഭിലോമിന ശോഭന പാർവതി മാധവി രേവതി മഞ്ജു വാര്യർ മണിയൻ പിള്ള രാജു മനോജ് ജയൻ ജഗതി ശ്രീകുമാർ ജഗന്നാഥ വർമ്മ തിലകൻ മുരളീദേവൻ ശങ്കരടി ഹരിശ്രീ അശോകൻ കുതിരോട്ടം പപ്പു ബിജുമേനോൻ ജനാർദ്ദനൻ ശ്രീനിവാസൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സുരേഷ് ഗോപി സിദ്ദിഖോ സിദ്ദിഖ് സാദിഖ് സിദ്ദിഖ് ജയറാം ബൈജു കുഞ്ചാക്കോ ബോബൻ. ഞാൻ കോടമ്പാക്കത്ത് പോയപ്പോൾ അറിയാതെ പാടി പഠിച്ച ഈശ്വര കീർത്തനമാണ്. സംഗീത അധ്യാപകരുടെ ഗാനമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ മര്യാദക്ക് ഇരിക്കും. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എന്തുവാ പാർവതി തമ്പുരാട്ടിയെ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്കേവർക്കും എൻ്റെ നമസ്കാരം, നിങ്ങൾക്കേവർക്കും എൻ്റെ കൂപ്പുകൈ, നിങ്ങൾക്കേവർക്കും എൻ്റെ വണക്കം, നിങ്ങൾക്കേവർക്കും എൻ്റെ വന്ദനം. എന്റെ നെറ്റിയിലെ ചന്ദനം പോയോ? ചന്ദനം പോയോന്നോ? ടീച്ചറെ, ഞാൻ ടീച്ചറെ വീട്ടിൽ ക്ഷണിക്കാൻ വന്നപ്പോഴുള്ള ദിവസം ഓർമ്മയുണ്ടോ? അത് തന്നെ എനിക്ക് ഓർമ്മയുള്ളത്. എന്നെ പോലെ ഒരു പെണ്ണിനെ വിളിക്കാൻ രാത്രി 10-10 ആകുമ്പോഴാണ് വീട്ടിൽ കയറി വരുന്നത്. അയലത്തുകാർ ആരെങ്കിലും കണ്ടാ എന്നെ പറ്റി എന്തോ കരുതൂടാ. വേണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. രാത്രി 10-10 കയറി വന്നിട്ട് എനിക്ക് പേരുദോഷം ഉണ്ടാക്കി തരരുത്. എന്റെ പൊന്നു ടീച്ചറെ, ക്ഷമിക്ക്, ഞാൻ എന്റെ ഭാഗത്ത് തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്ക്. ഒരു 1.5 കഴിഞ്ഞ് വരണം. പൊന്നു ടീച്ചറെ, ടീച്ചി പച്ച സാരിയും പച്ച ബ്ലൗസും ഈ കമ്മലും മുല്ലപ്പും ഒക്കെ ചൂട് നിൽക്കുമ്പോ ഒരു 10 വയസ്സ് കുറഞ്ഞത് പോലുണ്ട് കേട്ടോ. എന്താ? ഒരു 10 വയസ്സ് കുറഞ്ഞ പോലുണ്ട്. 10 വയസ്സ് കുറഞ്ഞിട്ടുണ്ട്. ഇതാ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാത്തത്. സ്റ്റാൻഡിൽ
ഇറങ്ങിയ ഓട്ടോക്കാരും പറയുന്ന ഇത് തന്നാ. എന്തോന്ന്? ഇപ്പൊ 10 കുറവാണെന്നാ. അതൊക്കെ പോട്ടാ. പച്ച സാരി എങ്ങനെ ഉണ്ട്, കൊള്ളാവോ? അടിപൊളിയല്ലയോ? പിന്നെ ടീച്ചറെ, ടീച്ചറുടെ കുട്ടിയുടെ അരങ്ങേറ്റം വേണ്ടി നടത്തണമെന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിയുടെ അരങ്ങേറ്റം നടത്താം. അപ്പൊ കുട്ടിയെ വിളിക്കട്ടെ. മോളെ ഡിവാഡി. ത്രിപാഠിയുടെ മോള ഡിവാൾഡി. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ കൊച്ചിന്റെ അരങ്ങേറ്റം നടത്തുവാണെങ്കിൽ എന്റെ കൊച്ചിനെ ഞാൻ കൊണ്ടുവരും. എന്റെ കൊച്ചിന്റെ അരങ്ങേറ്റം ഇവിടെ നടത്തണം. ഇയാളൊക്കെ നടത്തിക്കോ. അയ്യോ എന്താ പേടിപ്പിക്കാതെ. ഒരു കാര്യം ഞാൻ പറഞ്ഞു, മര്യാദ കുറിച്ച് അടങ്ങെടുത്തിട്ടുണ്ട്. അവിടെ പോയി കുട്ടിയായിട്ട് മോളെ ഡിവാഡി ഇവിടെ വാടി. നമസ്കാരം അങ്കിളിന് നമസ്കാരം കൊടു. നമസ്കാരം മോളെ. എന്താ പറഞ്ഞു? ഇവളാണോ പറഞ്ഞു? നീ ആടി ബ്രില്യന്റ്. നിന്നെ ആ പോലീസ് പിടിച്ച് മുട്ടയടിച്ച് 3 മാസം ജയിലിൽ കിടന്ന്. എന്റെ പിള്ളേർ ഞാനും ഒന്നും അങ്ങനെ നടക്കുന്ന കൂട്ടത്തിലല്ല. പൊടി ബ്രില്യന്റ്. ഞാനൊന്നും എടുക്കത്തില്ല. ഞാൻ ഇന്നേ ഒരു 500 സാധനം എടുക്കാൻ പോയിട്ടേ ഇല്ല. എന്റെ പാർവതി കമ്പനിയായിട്ട് ഈ ബ്രില്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതിന് അത് എന്റെ വായിന്ന് കേട്ട് അവരോട് സൂഹിക്കാനാ. ഡാൻസ് 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 തുടങ്ങിക്കോ. എന്റെ പൊന്നു വളരെ സംശയിച്ചിട്ടേ, മോള് ടീച്ചറെ വിട്ട് കുറെ നാളുകളായി ഇങ്ങനെ കയറി ഇറന്ന് കാണാലോ. അപ്പൊ എത്ര വർഷമായി നൃത്തം പഠിക്കാൻ തുടങ്ങിയിട്ട്? 15 വർഷവും. ഭയങ്കര അത്ഭുതമാണല്ലോ. അപ്പൊ മോക്ക് എത്ര വയസ്സുണ്ട്? 15 വർഷമായിട്ട് ഡാൻസ് പഠിക്കുന്നത്. ഒരു ദിവസം 3 ക്ലാസ്സാ. 3x റെഗുലർ യൂസ് മെഡിസിൻ. അങ്ങനല്ലയോ? അപ്പൊ ഇപ്പം എന്തോ പഠിച്ചോണ്ടിരിക്കുന്നത്? ആവശ്യമില്ലാത്തതൊക്കെ പറയുവോ? ഇപ്പോഴും രംഗപൂജയാണോടി എന്ന് നിന്റെ അച്ഛൻ ഫീസ് കൊണ്ട് തരുന്ന അന്നേരം രംഗപൂജ മാറ്റാം. കളിക്കാൻ അങ്ങോട്ട്, കളിക്കളി അങ്ങോട്ട്. എന്തുവാ തമ്പുരു? നമ്പണു കൊണ്ടല്ലേ നീ കാണിക്കത്തുള്ളോ? നിന്റെ അച്ഛൻ വാങ്ങിച്ചു വെച്ച കളിക്കളി ഇവിടെ വന്ന് കളി. അവിടെ നിന്ന് മൂത്രം ഒഴിക്കുന്നു. അങ്ങോട്ട് തുടങ്ങ. അങ്ങോട്ട് പാടിക്കോളൂ. നീ അങ്ങോട്ട് ആട്. അവിടെ അച്ഛൻ്റെ ഒരു നമ്പണു. മാണിക്ക വീണ മുബലാലേന്തി മദാലസ മഞ്ജുള വാക്ക് വിലാസ മാകേന്ദ്ര നീലദ്യുതി കോമളാങ്കി മാകന്ത അയ്യോ മനസാ സ്മരാമി തകതിമി തകച്ചെണുതാ തകതിമി തകച്ചെണുതാ തകതിമി തകച്ചെണുതാ സരസ്വതി സരസ്വതി കമലദള നയനെ സരസ്വതി തകതിമി തകച്ചെണുതാ തകതിമി തകച്ചെണുതാ തകതിമി തകച്ചെണുതാ സാ 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 ഗ ഗ ഗ ഗ ഗ ഗ തത്വം തർഗതോം താങ്ക തോം തർഗതോം ഗിതിം തീം തകതോം തോം ഗിതിം ഗിതിം പ്ലം ഗിതിം പ്ലം തകതോം തോം ഗിതിം താ ഗിതിം ഗിതിം ഗിതാ എന്റെ ദൈവമേ, ഞാൻ എന്താ കാണുന്നേ? കറുപ്പ് നിക്കറുകൊണ്ട് പട്ടിച്ചാട്ടം ചാടുവോ കിടന്ന്? പട്ടിച്ചാട്ടം ചാടുവോ? ഇതെന്ത് ജീവി? നിന്റെയൊക്കെ സ്വഭാവക്കാരനാണ് ഈ കൊച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ. അയ്യോ എനിക്ക് വയ്യ. എനിക്ക് വയ്യ. ഇതിനൊക്കെ ഭേദം പഴയ മൈക്കാട് പണിക്ക് പോകുന്നതായിരുന്നു. അയ്യോ നീ പോയി ആംബുലൻസ് വിളിച്ചോണ്ടോടി. മനുഷ്യൻ ആശുപത്രി പോട്ടെ. ചങ്ക് പൊട്ടിപ്പോയില്ലേ? എന്റെ പൊന്നു ടീച്ചറെ, ഈ കുട്ടി നൃത്തം ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ? അടിപൊളിയാ, അടിപൊളിയാ. കൊച്ചിന്റെ തുണി ഉരിഞ്ഞു പോയതാണോ? നീ അതൊക്കെ ശ്രദ്ധിക്കത്തുള്ളെന്ന് എനിക്കറിയാം. അവിടെ തുണി ഉരിഞ്ഞു പോയിട്ട് അല്ല ഇതിനൊക്കെ അടിപൊളിയാ, അടിപൊളിയാ. അറിയാവോ?
എന്താ അടിപൊളി? എന്താ എന്താ അടിപൊളി? എന്താ ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ തവളം ചാട്ടി ചാടിക്കുന്നതാണ് അടിപൊളി. അതല്ല കല. ഇതാണ് കല. ആ കലയായിട്ട് നീ ഇറങ്ങി നടക്കുന്നത്. കാര്യം പറഞ്ഞേക്കാം, 7 വർഷം പ്രസിഡന്റ് ആയിട്ടിരുന്നവളാണ്. നിനക്ക് വലിയവൾമാരെ ഒതുക്കിയിട്ടുണ്ട്. അയ്യോ, പിന്നെ നിനക്ക് സംഗീതത്തെ പറ്റി എന്തെങ്കിലും അറിയാവോ? നിനക്ക് സംഗീതത്തെ കുറിച്ച് എന്തറിയാം? അറിയാവോ നിനക്ക്? ഞാനൊരു സംഗീതം അങ്ങോട്ട് മൂളി തരാം. നിനക്ക് അത് എന്താ പറയാ വേണ്ടി? നിന്നെ വെല്ലുവിളിക്കാന്ന ഞാൻ. നീ മോള് നിനക്ക് പറയാമോ? പാപ്പനി മാത്രമല്ല, കേരളം മൊത്തം പനിയാ, ചിക്കൻ കുനിയാ. മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടിയല്ലേ. നീ അതൊന്നും പറഞ്ഞ വലിയ വലിയവളൊന്നും ആകണ്ട. തിന്നാൻ തിരിക്കെടുത്താ തിന്നുമൊക്കെ നടന്നോ? ഞാനങ്ങനെ പിള്ളേരെ പഠിപ്പിച്ച് ജീവിക്കും. എനിക്കൊന്നുമല്ല, ഇങ്ങനൊന്നുമല്ല. ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന രീതി വേണം കലാപരിപാടി നീ സെറ്റ് ചെയ്യേണ്ടത്. ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു കലാരൂപമായിട്ടാണ് ഇനി അടുത്ത എന്റെ കുട്ടി വരുന്നത്. കാപ്പറെ കുട്ടിയെ വിളിക്കാം. മോളെ, കിങ്ങിണി മോളെ, ഇങ്ങോട്ട് വാ, നമുക്കൊരു കാപ്പറ കളിക്കാം. വാ. അയ്യാ, എന്റെ പിള്ളേരെ കൊണ്ട് ഇങ്ങനെ കളിപ്പിക്കത്തുള്ളൂ. ഇഷ്ടമുണ്ടോ കണ്ടാ മതി. കുഞ്ഞുമോളെ, അങ്ങോട്ട് വേണ്ട ഡീസന്റ് ആയിട്ട് വൃത്തിയായിട്ട് വേണ്ട തുണിയൊക്കെ നന്നായിട്ട് നോക്കിക്കണം. ഡീസന്റ് ആയിട്ട് അങ്ങോട്ട് ആടി തിമർക്കടി.